എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സരിത പ്രേം. ഡീപ് ഫ്രൈഡ് ഫുഡിനോട്, അതായത് KFC, ചിക്കൻ പോലുള്ള ഫുഡിനോട് കോക്ക്, പെപ്സിയോ കുടിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. ഡീപ് ഫ്രൈഡ് ഫുഡ് ഐറ്റംസിലൂടെ കോക്ക്, പെപ്സി ഐഡിയലി നല്ലതാണോ? ഒരിക്കലുമല്ല. കാരണം വല്ലപ്പോഴും ശീലിക്കുമ്പോഴല്ല, സ്ഥിരമായിട്ട് നിങ്ങൾ ഈ ശീലം കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ ഡൈജഷൻ, അതായത് നിങ്ങളുടെ ദഹനം വളരെയധികം മന്ദഗതിയിൽ പോവുകയും നിങ്ങൾക്ക് അസിഡിറ്റി, ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ പോയി എത്തപ്പെടാനുള്ള ചാൻസും കൂടുതലാണ്. ഇത് മാത്രമല്ല, ഈ കൊക്കക്കോളയിലുള്ള കണ്ടന്റ് നിങ്ങളുടെ കരളിനെ ഇറിറ്റേറ്റ് ചെയ്യുകയും അതുപോലെ നിങ്ങൾക്ക് ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻസ് വരാൻ സാധ്യത കൂടുതലാണ്. ഇനി കൊക്കക്കോളയ്ക്കകത്തിൽ ഏകദേശം 40 ഗ്രാം, 100 മില്ലി എടുത്താൽ 40 ഗ്രാമോളം ഷുഗേഴ്സ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പം എക്സസ് ആയിട്ട് പോകുന്ന ഈ ഷുഗർ കാരണം നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആവുകയും നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള അവസ്ഥ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഇതുമൂലം നിങ്ങൾ ക്രമാതീതമായിട്ട് പ്രമേഹ രോഗിയാവാനോ PCOD പോലുള്ള രോഗങ്ങളിലേക്ക് എത്തപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് മാത്രമല്ല, ഇതിന്റെ ലോങ് ടേം ഇൻടേക്ക്, അതായത് ദീർഘകാലം നിങ്ങൾ ഈ ഒരു ഭക്ഷണ രീതി കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടലിന്റെ ആരോഗ്യം വളരെ മോശഗതിയിലാവുകയും ക്രമാതീതമായിട്ട് വർഷങ്ങൾ പോകുന്തോറും നിങ്ങൾക്ക് ഇൻറ്റസ്റ്റൈനൽ ക്യാൻസർ പോലുള്ള അവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി ഇത് മാത്രമല്ല, നമുക്കറിയാം എക്സസ് ആയിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ആവുന്നതനുസരിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം വളരെ മോശഗതിയിലാവും. അതുകൊണ്ട് ഈ തരത്തിലുള്ള ഡ്രിങ്ക്സ് നിങ്ങൾ സ്ഥിരമായി ശീലിക്കുന്നതും ഹെവി ഫുഡിനോട് ശീലിക്കുന്നത് ഒഴിവാക്കുക. അത് മാത്രമല്ല, പൊതുവെ ഈ തരത്തിലുള്ള ഡ്രിങ്ക്സ് അഡ്വൈസബിൾ അല്ല. ഇനി നിങ്ങൾക്ക് എന്ത് കുടിക്കാമെന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരും. എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനൊരു സാഹചര്യത്തിൽ കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് ലെമൺ വാട്ടർ തന്നെയാണ്. ഷുഗേഴ്സ് ഒന്നും ആഡ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന ലെമൺ വാട്ടർ നിങ്ങൾക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള അബ്സോർപ്ഷൻ തരും. അത് മാത്രമല്ല, ലെമണും ഓവറായിട്ട് എടുക്കാൻ പാടില്ല. കാരണം അത് ആൽക്കലൈൻ ആണ്. നിങ്ങളുടെ ബ്ലഡ് pH വാല്യൂ ചേഞ്ച് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് എല്ലാവരിലേക്കുമായി ഷെയർ ചെയ്യുക.